നമസ്കാരം. ഇറാനിലെ കുപ്രസിദ്ധമായ എവിൻ ജയിലിൽ താൻ അനുഭവിച്ചതും സാക്ഷ്യം വഹിച്ചതുമായ കൊടും പീഡനങ്ങളുടെയും ഞെട്ടിക്കുന്ന ക്രൂരതയുടെയും വിവരങ്ങൾ വെളിപ്പെടുത്തി ഷബ്നം മദസാദെ എന്ന യുവതി. 2009 21 വയസ്സിൽ ഭരണകൂടത്തെ എതിർത്തതിന് അറസ്റ്റിലായി 5 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട മദസാദെ തടങ്കലിൽ ബലാത്സംഗത്തിനിരയായ സ്ത്രീകളുടെ നിലവിളികൾ കേട്ടതിനെക്കുറിച്ചും വ്യാജ കുറ്റസമ്മതമൊഴിയിൽ ഒപ്പിട്ടില്ലെങ്കിൽ സഹോദരനെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനെക്കുറിച്ചുമൊക്കെയുള്ള വിവരങ്ങൾ ഡെയിലി മെയിലിനോട് വെളിപ്പെടുത്തുകയായിരുന്നു. തടവറയിലെ ഭീകരാനുഭവങ്ങൾ ഇപ്പോഴും തന്നെ വേട്ടയാടുന്നുവെന്നും 38-കാരിയായ അവർ പറയുന്നു. ഏകദേശം 3 മീറ്റർ നീളവും 2 മീറ്റർ വീതിയുമുള്ള ഒരു ചെറിയ സെല്ലിൽ 70 ദിവസമാണ് ഷബ്നം മദസാദെ എന്ന യുവതി ഒറ്റയ്ക്ക് കഴിഞ്ഞത്. 3 പുതപ്പുകളും നേർത്തൊരു പരവതാനിയും ഒരിക്കലും അണയാത്ത തലയ്ക്ക് മുകളിലെ കഠിനമായ ഫ്ലൂറസെന്റ് വെളിച്ചവുമല്ലാതെ ആ മുറിയിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ലെന്നും അവർ പറയുന്നു. ജയിലിലെത്തിയപ്പോൾ തന്നെ വാച്ചും അവരുടെ മറ്റെല്ലാ സാധനങ്ങളും പിടിച്ചെടുത്തിരുന്നു. അതിനാൽ പകലാണോ രാത്രിയാണോ ഏത് ദിവസമാണെന്നോ എന്നും തിരിച്ചറിയാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. എവിൻ ജയിലിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് സ്ത്രീകളുടെ നിലവിളികളും മർദ്ദനമേൽക്കുന്ന ശബ്ദങ്ങളും ബലാത്സംഗത്തിനിരയാകുന്നവരുടെ ദയനീയ ശബ്ദങ്ങളും നിരന്തരം കേൾക്കാമായിരുന്നുവെന്നും അവർ വെളിപ്പെടുത്തി. ആളുകൾ നിലവിളിക്കുന്നതും കരയുന്നതും യാചിക്കുന്നതും എല്ലാം കേൾക്കാം. ചിലപ്പോൾ ആ ശബ്ദങ്ങൾ കുടുംബാംഗങ്ങളുടേതാണെന്ന് തോന്നിയിരുന്നതായും അവർ വെളിപ്പെടുത്തുന്നു. ചിലപ്പോൾ സെല്ലിലെ വാതിൽ തുറന്ന് ഉദ്യോഗസ്ഥർ അകത്ത് വരും. ചോദ്യം ചെയ്യുന്നതിനിടെ ഷബ്നത്തെ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചിരുന്നു. ഞങ്ങൾക്ക് നിന്നെ എന്തും ചെയ്യാം, നിന്റെ ശബ്ദം ആരും കേൾക്കില്ല എന്ന ഭീഷണിയോടെയായിരുന്നു പലപ്പോഴും മർദ്ദനം. ടെഹ്റാനിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഷബ്നത്തിന് 21 വയസ്സായിരുന്നു പ്രായം. ഭരണകൂടത്തെ എതിർത്തതിന് 5 വർഷത്തെ തടവ് ശിക്ഷയാണ് അവൾക്ക് ലഭിച്ചത്. കാലത്ത് സർവകലാശാലയിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കായിരുന്ന അവൾ മഹമ്മൂദ് അഹമ്മദി നജാദിൻ്റെ ഭരണകാലത്ത് ഇറാനിലെ വിദ്യാർത്ഥി പ്രതിഷേധ പ്രസ്ഥാനങ്ങളിൽ സജീവമായിരുന്നു. ഇറാനിലെ ക്രൂരമായ ഈ ജയിലിൽ നിന്ന് പുറത്തു വന്ന് 10 വർഷത്തിലേറെ കഴിഞ്ഞിട്ടും 38-കാരിയായ ഷബ്നത്തിന് താൻ അനുഭവിച്ച ഭയാനകമായ ഓർമ്മകളിൽ നിന്ന് ഇന്നും മുക്തയാകാൻ കഴിഞ്ഞിട്ടില്ല. അറസ്റ്റ് ചെയ്യപ്പെട്ട ദിവസം മറ്റു പ്രവർത്തകരെ കാണുന്നതിനായി ടാക്സിയിൽ യാത്ര ചെയ്യുകയായിരുന്നു ഷബ്നം. പെട്ടെന്നാണ് ഇന്റലിജൻസ് ഓഫീസർമാർ അവളെ തടഞ്ഞത്. അവർ ഐഡന്റിറ്റി കാർഡുകൾ കാണിക്കുകയോ കാര്യങ്ങൾ വിശദീകരിക്കുകയോ ചെയ്തില്ലെന്നും അവൾ പറയുന്നു. ആദ്യമൊന്നും താൻ അറസ്റ്റ് ചെയ്യപ്പെടുകയാണെന്ന് പോലും അവൾക്ക് മനസ്സിലായിരുന്നില്ല. വസ്ത്രധാരണ രീതിയിലെ നിയമലംഘനങ്ങൾ പോലുള്ള നിസ്സാരമായ കാരണങ്ങളാലാണ് തന്നെ കസ്റ്റഡിയിലെടുക്കുന്നതെന്നാണ് ഉദ്യോഗസ്ഥർ ആദ്യം അവളോട് പറഞ്ഞത്. എവിൻ ജയിലിലെ ഇന്റലിജൻസ് വിഭാഗത്തിലേക്ക് മാറ്റപ്പെടുന്നതിന് ശേഷമാണ് തൻ്റെ അറസ്റ്റിൻ്റെ യഥാർത്ഥ കാരണം അവൾക്ക് മനസ്സിലായത്. ഇന്റലിജൻസ് സർവീസിൻ്റെ നിയന്ത്രണത്തിലുള്ള എവിൻ ജയിലിലെ സെക്ഷൻ 250ലേക്കാണ് തന്നെ കൊണ്ടുപോയത്. ഏകാന്ത തടവറകൾ ധാരാളമുള്ള വളരെ കുപ്രസിദ്ധമായ ഒരിടമാണത്. രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ പേരിൽ ആരോപിക്കപ്പെടുന്നവരെയാണ് അവിടെ പാർപ്പിക്കാറുള്ളതെന്നും അവൾ പറയുന്നു. ഷബ്നത്തിൻ്റെ ചില ബന്ധുക്കൾക്ക് മുജാഹിദീൻ ഇ ഖൽഖ് എന്നറിയപ്പെടുന്ന പ്രതിപക്ഷ പ്രസ്ഥാനവുമായി ബന്ധമുണ്ടായിരുന്നു. ഇതിൻ്റെ പേരിൽ ആ സംഘടനയുമായി തനിക്കും ബന്ധമുണ്ടെന്ന് കുറ്റസമ്മതം നടത്താൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ നിർബന്ധിച്ചതായും യുവതി വെളിപ്പെടുത്തുന്നു. ആ സംഘടനയെ പരസ്യമായി തള്ളിപ്പറയാനും ടെലിവിഷനിലൂടെ കുറ്റസമ്മതം നടത്താനുമായിരുന്നു അവളോട് ആവശ്യപ്പെട്ടത്. വിസമ്മതിച്ചപ്പോൾ വടികൾ, കസേരകൾ, ചാട്ടവാറകൾ എന്നിവ ഉപയോഗിച്ച് അവളെ ക്രൂരമായി മർദ്ദിച്ചു. തടവ് ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ നിമിഷങ്ങളിലൊന്ന് തന്നോടൊപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ട സഹോദരനെ ഉൾപ്പെടുത്തി നടത്തിയ ഒരു ചോദ്യം ചെയ്യലായിരുന്നുവെന്നും ഷബ്നം പറയുന്നു. ഒരു ദിവസം തൻ്റെ കണ്ണിലെ കെട്ടുമാറ്റാൻ ഗാർഡുകൾ അവളോട് ഉത്തരവിട്ടു. ചോദ്യം ചെയ്യുന്നവർക്ക് നടുവിൽ അവളുടെ സഹോദരൻ നിൽപ്പുണ്ടായിരുന്നു. തൻ്റെ മുന്നിലിട്ട് അവനെ മർദ്ദിക്കാൻ തുടങ്ങിയപ്പോൾ അത് നോക്കി നിൽക്കാൻ അവർ നിർബന്ധിച്ചു. അവൻ കുറ്റസമ്മതം നടത്തണമെന്നും അത് തന്നെ കൊണ്ട് നിർബന്ധിക്കുകയും ചെയ്യണമെന്നതായിരുന്നു അവരുടെ ആവശ്യം. തങ്ങൾ രണ്ടുപേരെയും വധിക്കുമെന്നും താൻ നോക്കി നിൽക്കെ സഹോദരനെ തൂക്കിക്കൊല്ലുമെന്നും അവർ ഭീഷണിപ്പെടുത്തി. കൂടാതെ നീ അവനെ അവസാനമായി കാണുകയാണെന്നും പറഞ്ഞ് അവർ പരിഹസിക്കുകയും ചെയ്തു. ശാരീരിക മർദ്ദനത്തെക്കാൾ മാനസിക പീഡനമാണ് തന്നെ തളർത്തിയതെന്നും ഷബ്നം വെളിപ്പെടുത്തുന്നു. ചോദ്യം ചെയ്യലിനിടെ ബലാത്സംഗത്തിനിരയായതിനെക്കുറിച്ച് മറ്റ് തടവുകാരിൽ നിന്ന് താൻ കേട്ടിട്ടുണ്ടെന്ന് അവർ പറയുന്നു. പുറം ലോകത്തിൻ്റെ ശ്രദ്ധയോ രാഷ്ട്രീയ പിന്തുണയോ ലഭിക്കാത്ത സാധാരണക്കാരായ സ്ത്രീകളാണ് ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ ക്രൂരതകൾക്കിരയാകുന്നത്. താൻ ജയിലിൽ വെച്ച് കണ്ടുമുട്ടിയ 2 കുട്ടികളുടെ അമ്മയായ ഒരു സ്ത്രീയുടെ അനുഭവം അവർ പങ്കുവച്ചു. കുറ്റസമ്മത വഴിയിൽ ഒപ്പിടുന്നതുവരെ ചോദ്യം ചെയ്യലിനിടെ 2 കുട്ടികളുടെ അമ്മയായ ആ സ്ത്രീ ആവർത്തിച്ച് ബലാത്സംഗത്തിന് ഇരയായിരുന്നു. ആവർത്തിച്ചുള്ള ബലാത്സംഗത്തിനും പീഡനങ്ങൾക്കൊടുവിൽ അവർക്ക് അതിൽ വഴങ്ങേണ്ടിയും വന്നു. പുറംലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ മാസങ്ങളോളം സെല്ലിൽ കഴിയുമ്പോൾ മാനസിക നില തകരാതിരിക്കാൻ ഷബ്നം സ്വയം ചില ദിനചര്യകളും സൃഷ്ടിച്ചെടുത്തു. പുസ്തകങ്ങളോ പേനയോ പേപ്പറോ നിഷേധിക്കപ്പെട്ടതിനാൽ വ്യായാമം ചെയ്യുക, സർവകലാശാലയിലെ പാഠങ്ങൾ മനസ്സിൽ ഉരുവിടുക, പാട്ടുകൾ മൂളുക തുടങ്ങിയവയായിരുന്നു അത്. പ്രമുഖനായ ഒരു തടവുകാരൻ സെല്ലിൻ്റെ ഭിത്തിയിൽ കോറിയിട്ട വാക്കുകൾ തനിക്ക് ആശ്വാസമായെന്നും അവർ വെളിപ്പെടുത്തുന്നു. ഇത്തരത്തിൽ പല തടവുകാരും ജയിലിൽ കുറിക്കുന്നത് പതിവാണെന്നും അവൾ വെളിപ്പെടുത്തി. 70 ദിവസത്തെ ഏകാന്ത തടവിന് ശേഷമാണ് അവൾക്ക് 5 വർഷത്തെ തടവ് ശിക്ഷ വിധിക്കുന്നത്. ശിക്ഷ വിധിച്ചതിന് ശേഷം അവളെ കാരാജ് നഗരത്തിലെ ഗോഹർ ദാഷ്ത്, വരാമിലിലെ ഖാർചക് എന്നിങ്ങനെ പല ജയിലുകളിലേക്ക് മാറ്റി. അവിടുത്തെ സാഹചര്യങ്ങൾ കൂടുതൽ വഷളായതായും അവൾ പറയുന്നു. മറ്റേതൊരു സ്ഥലത്തേക്കാളും മോശമായിരുന്നു ഖാർചകിലെ അവസ്ഥ. അവിടെ കുടിക്കാൻ നല്ല വെള്ളമില്ലായിരുന്നു. ലഭിക്കുന്ന വെള്ളം ഉപയോഗിച്ച് തുണി കഴുകിയാൽ അതുപോലെ നശിച്ചു പോകുന്ന അവസ്ഥയായിരുന്നു. ഭക്ഷണമാകട്ടെ ചീഞ്ഞതും കഴിക്കാൻ പറ്റാത്തതുമായിരുന്നു. തടവുകാർ നിരന്തരം രോഗബാധിതരാകുകയും കടുത്ത പോഷകാഹാരക്കുറവ് അനുഭവിക്കുകയും ചെയ്തിരുന്നു. ജയിലിനുള്ളിലെ ചികിത്സാ സൗകര്യങ്ങൾ ഒട്ടുമില്ലായിരുന്നു. ജീവൻ രക്ഷിക്കാനുള്ള ചികിത്സ നൽകാതിരിക്കുന്നത് തടവുകാർക്കെതിരെയുള്ള മനഃപൂർവ്വമുള്ള മറ്റൊരു ശിക്ഷാരീതിയായി അവർ കണ്ടിരുന്നു. ചികിത്സ ലഭിക്കാത്തതുകൊണ്ട് മാത്രം മരിച്ചുപോയ നിരവധി തടവുകാരുണ്ടെന്നും ഷബ്നം വെളിപ്പെടുത്തുന്നു. ജയിലിനുള്ളിലെ ശക്തമായ നിരീക്ഷണങ്ങൾക്കിടയിലും
താൻ നേരിൽ കണ്ട കാര്യങ്ങൾ രഹസ്യമായി രേഖപ്പെടുത്താൻ അവൾ തീരുമാനിച്ചു. ഫോൺ കോളിലൂടെയും കുടുംബാംഗങ്ങളുടെ സന്ദർശന വേളകളിലും അവൾ കത്തുകളിലൂടെയും മറ്റുമായി ജയിലിനുള്ളിലെ ക്രൂരതകൾ അവർ പുറം ലോകത്തെ അറിയിച്ചു. ഈ അനുഭവങ്ങളിൽ ചിലത് പിന്നീട് അന്താരാഷ്ട്ര സംഘടനകളിലേക്കും മനുഷ്യാവകാശ ഗ്രൂപ്പുകളിലേക്കും എത്തിച്ചേർന്നു. ഇറാനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളിൽ ആംനസ്റ്റി ഇന്റർനാഷണൽ അവളുടെ കേസിനെക്കുറിച്ചും പരാമർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഷബ്നം സ്വിറ്റ്സർലൻഡിലാണ് നിലവിൽ താമസിക്കുന്നത്.